അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 5/1/2024 ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ എന്ന ശീർഷകത്തിൽ UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുത്ബയുടെ മലയാള സാരാംശം ഇവിടെ പറയുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും ആവാവുന്നത് മാത്രമേ അവരോട് കൽപ്പിച്ചിട്ടുള്ളൂ. അവൻ നമ്മളോട് നിർവഹിക്കാൻ പറഞ്ഞ എല്ലാ അമലുകളും നമുക്ക് ആയാസകരമായി ചെയ്യാൻ പറ്റുന്നവയാണ്. അത് റബ്ബ് നമ്മളോട് ചെയ്ത വലിയ കാരുണ്യമാണ്. ഖുർആൻ പറയുന്നു, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. മറ്റൊരായത്തിൽ യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും. അള്ളാഹു നിങ്ങൾക്ക് എളുപ്പത്തെ ഉദ്ദേശിക്കുന്നു, പ്രയാസത്തെ ഉദ്ദേശിക്കുന്നില്ല. അവൻ നിങ്ങൾക്ക് എല്ലാം ലഘുവാക്കിയിരിക്കുന്നു. നാം ചെയ്യുന്ന അമലുകൾ അങ്ങനെ നമ്മുടെ കഴിവിനനുസരിച്ചാകണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അലൈക്കും മാ തുതീഖൂന മിനൽ അഅ്മാൽ. നിങ്ങൾ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന അമലുകളെ നിർവഹിക്കേണ്ടതുള്ളൂ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു ഒരു കാര്യത്തിലും തിരഞ്ഞെടുക്കാൻ അവസരം നൽകിയിട്ടില്ല. അത് കുറ്റകരമായതല്ലെങ്കിൽ അവിടുന്ന് ഏറ്റവും ലളിതമായത് തിരഞ്ഞെടുത്തിട്ടൊഴികെ. അവന് അള്ളാഹുവിന് ഇബാദത്തെടുക്കുന്നതിൽ കാഠിന്യം കൂട്ടരുത്. അപ്പോൾ അവനത് തുടർച്ചയായി നിർവഹിക്കാൻ സാധിക്കുകയില്ല. അവൻ വീഴ്ച വരുത്തും. എപ്പോഴും അവൻ ഒരു മിതമായ ശൈലിയായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല നിയോഗിച്ചത് ആ രൂപത്തിലാണ്. അവിടുന്ന് എപ്പോഴും മിതത്വവും എളുപ്പവുമായിരുന്നു ശീലമാക്കിയിരുന്നത്. നാം നമ്മുടെ കുടുംബത്തിൻ്റെ മേലിൽ ചിലവഴിക്കുമ്പോഴും നാം ഒരിക്കലും ധൂർത്തും ദുർവ്യയവും കാണിക്കാൻ പാടില്ല. അല്ലാഹു തആല പറയുന്നു, വലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക് വലാ തബ്സുത്ഹാ കുല്ലൽ ബസ്ത് ഫതഖഉദ മലൂമൻ മഹ്സൂറ. നീ നിന്റെ കൈകളെ പെരടിയിലേക്ക് കെട്ടുന്നവനാവരുത്, അഥവാ നീ പിശുക്കനാകരുത്. നീ അത് പൂർണ്ണമായി തുറന്നു വിടുകയും ചെയ്തരുത്, അഥവാ ധൂർത്തനും ആകരുത്. അങ്ങനെ നീ ധൂർത്തനായാൽ നീ ആക്ഷേപിക്കപ്പെട്ടവനും പരാജിതനുമായി ഇരിക്കേണ്ടി വരും. നാം ചിലവഴിക്കുമ്പോഴൊക്കെ ഒരു മിതശീലം പാലിക്കുക. നമ്മുടെ ഭക്ഷണത്തിലും പാനീയങ്ങളിലും വസ്ത്രത്തിലും വാഹനത്തിലും ഒക്കെ നാം അത് ശീലിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിനെ നാം പിൻപറ്റിയവർ കൂടിയാകും. അവിടുന്ന് പറഞ്ഞു, കുലു വഷ്റബു വൽബസു വതസദ്ദഖു ഫീ ഗൈരി ഇസ്റാഫിൻ വലാ മഖീല. നിങ്ങൾ കുടിക്കുവീൻ, ഭക്ഷിക്കുവീൻ, വസ്ത്രം ധരിക്കുവീൻ, സദഖ ചെയ്യുവീൻ. അതിൽ ധൂർത്ത് പാടില്ല, പൊങ്ങച്ചവും പാടില്ല. നാം അങ്ങനെ മിതത്വം പാലിക്കുന്നവരാകുമ്പോൾ റഹ്മാനായ തമ്പുരാൻ അവൻ്റെ പ്രശംസിച്ച അടിമകളിൽ നമ്മൾ ഉൾപ്പെടുകയും ചെയ്യും. വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമ. അല്ലാഹുവിൻ്റെ റഹ്മാനായ തമ്പുരാന്റെ യഥാർത്ഥ അടിമകൾ ചിലവഴിക്കുമ്പോൾ അവർ ദുർവ്യയം കാണിക്കുകയില്ല, പിശുക്കും കാണിക്കുകയില്ല. അതിൻ്റെ ഇടയിലുള്ള മിതത്വം തിരഞ്ഞെടുക്കുന്നവരാകും അവരൊക്കെ. നാം ചിലവഴിക്കുമ്പോൾ അത് പൊങ്ങച്ചത്തിനു വേണ്ടി, ജനങ്ങളുടെ ഇടയിൽ മേന്മ നടിക്കാൻ വേണ്ടിയിട്ട് പലതുമൊക്കെ കാട്ടിക്കൂട്ടുന്നവർ, പൊങ്ങച്ചത്തിനു വേണ്ടി, മേൽക്കോയ്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നവർ, അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ഇഷ്ടപ്പെട്ടവരല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, അൽ മുത്തശബ്ബിഉ ബിമാ ലം യുഅത കലാബിസി സൗബൈ സൂരിൻ. അവൻ്റെ അടുക്കൽ ഇല്ലാത്തത് കൊണ്ടിട്ട് ഉള്ളതുപോലെ കാണിക്കുന്നവൻ അവൻ തിന്മയുടെ 2 വസ്ത്രങ്ങൾ ധരിച്ചവനെ പോലെയാണ്. അവൻ ചെയ്യുന്ന ആ പൊങ്ങച്ചവും ആ ലോകമാന്യവുമൊക്കെ മറ്റുള്ളവരും അനുധാവനം ചെയ്യാൻ സാധിക്കും. അവരൊക്കെ അങ്ങനെ അപകടത്തിൽപ്പെട്ടുപോകാൻ ഇടവരും. നാം എപ്പോഴും നമ്മുടെ ചിലവുകൾ നിയന്ത്രിക്കണം. അത് നമ്മുടെ
കഴിവിന് നമുക്ക് താങ്ങാൻ പറ്റുന്ന വിധത്തിലാകണം. അപ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്ത സന്തോഷമാണ്. സമാധാനത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മിതത്വം ശീലിക്കാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കാം. ഒരു കുടുംബം, ആ കുടുംബം സന്തോഷമുള്ള കുടുംബമാകണമെങ്കിൽ കുടുംബിനി ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളുണ്ട്. ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞു, ഇന്ന മിൻ യുംനിൽ മർഅത്തി തൈസീറു ഖിത്ബത്തിഹാ വ തൈസീറു സദാഖിഹാ. ഒരു സ്ത്രീ നന്മ നിറഞ്ഞ സ്ത്രീയാകുക എന്നതിൽപ്പെട്ടതാണ് അവളുടെ വിവാഹ ചെലവുകളൊക്കെ ലളിതമാക്കുക, അവളുടെ വിവാഹ മൂല്യം മഹറും അത് ലളിതമാക്കുക. അപ്പോൾ ആ ലാളിത്യത്തിൻ്റെ മേലിൽ എടുക്കപ്പെട്ട കുടുംബം സന്തോഷ നിർഭരമാകും. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നവരാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കുടുംബത്തിലും വീടിലുമൊക്കെ അപ്പോൾ വിശാലത ചെയ്യും. അവർ ദൂർത്തും ദുർവ്യയവും കാണിക്കാതിരിക്കുമ്പോൾ. വമൻ ഖുദിറ അലൈഹി റിസ്ഖുഹു ഫൽയുൻഫിഖ് മിമ്മാ ആതാഹുല്ലാഹ് ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ മാ ആതാഹാ. അവൻ്റെ കഴിവിൽ എത്രയാണോ ഒതുങ്ങുന്നത് അതാണ് അവൻ കുടുംബത്തിൽ ചെലവഴിക്കേണ്ടത്. അവന് താങ്ങാത്തത് അല്ലാഹു തആല ഒരിക്കലും കൽപ്പിക്കുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുകയാണ്. ഒരു ബുദ്ധിയുള്ള ആൾ ചിലവഴിക്കുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കും. അവൻ സാമ്പത്തിക ശ്രദ്ധ ഉള്ളവനാകും. അവൻ ആവശ്യമില്ലാത്തതൊന്നും വലിച്ചു വാങ്ങി ഭാരം ചുമലിൽ ആകുകയില്ല. റസൂൽ പറയുകയാണ്, അൽ ഹദിയുസ് സ്വാലിഹ് വസ്സംതുസ് സ്വാലിഹ് വൽ ഇഖ്തിസാദ് ജുസ്ഉൻ മിൻ 25 ജുസ്അൻ മിനൻ നുബുവ. ശരിയായ മാർഗം, നല്ല പാന്താവിലൂടെ സഞ്ചരിക്കുക, സാമ്പത്തിക ശ്രദ്ധ ഉള്ളവരാകുക, അതൊക്കെ നുബുവത്തിന്റെ 25 അംശങ്ങളിൽപ്പെട്ട ഒരു അംശമാണ്. ആ കുടുംബം സന്തോഷകരമാകും. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സഹായിക്കും. ഭർത്താവ് അവർക്ക് കഴിയുന്ന വിധത്തിൽ കുടുംബത്തിന്റെ മേലിൽ ചെലവഴിക്കും. ഭാര്യ താങ്ങാവുന്നതിൽ അപ്പുറം ഭർത്താവിനോട് ഒന്നും ആവശ്യപ്പെടുകയില്ല. കുടുംബത്തിന്റെ ഉത്തരവാദിത്തം അവരിരുവരും ഏറ്റെടുത്ത് ആ കുടുംബം സന്തോഷകരമായി മുന്നോട്ട് നീങ്ങും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇണകൾക്കിടയിൽ അവൻ്റെ കാരുണ്യം വർഷിക്കും. അവരുടെ ഇടയിൽ സ്നേഹം ഊട്ടിയുറക്കാൻ അത് കാരണമാകും. ഖുർആനിൽ ഇണകൾക്കിടയിൽ അല്ലാഹു തആല സ്നേഹത്തെയാക്കിയിരിക്കുന്നു എന്ന് ആയത്തിലൂടെ പറഞ്ഞത് ഈ സ്നേഹമാണ്. വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അസ്വാജികും ലിതസ്കുനു വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. ഇണകൾക്കിടയിൽ അല്ലാഹു തആല പ്രത്യേകം സ്നേഹത്തെയും ഇഷ്ടത്തെയും ആക്കിയിരിക്കുന്നു. ഇത് ഈ മിതത്വം ശീലിച്ച് പരസ്പരം സ്നേഹത്തോടുകൂടെ സഹകരിച്ച് നീങ്ങുന്ന കുടുംബത്തെ പറ്റിയാണ് അല്ലാഹു തആല പറയുന്നത്. ആ കുടുംബം എന്ത് കെട്ടുറപ്പുള്ള കുടുംബമാകും. നാം നമ്മുടെ കഴിവിൻ്റെ അപ്പുറം കടം വാങ്ങിയും മറ്റുമൊക്കെ ചെയ്ത് പിന്നെ അപകടത്തിൽപ്പെടുന്നവരെ പറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ലാ തുഖീഫു അൻഫുസകും ബഅദ അംനിഹ. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടുത്തരുത്, ആ ശരീരത്തിന് നിർഭയത്വം ലഭിച്ചതിന്റെ ശേഷം. സ്വഹാബത്ത് ചോദിച്ചു, വമാ ദാക യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ ആ ഭയപ്പെടുത്തുന്ന കാര്യം? അവിടെന്ന് പറഞ്ഞു, അദ്ദൈൻ, അത് കടമാണ് എന്ന്. കടം ഏറെ ഗൗരവമുള്ളതാണ്. നമ്മുടെ കഴിവിനനുസരിച്ച് നാം ചെയ്യേണ്ടതുള്ളൂ. അള്ളാഹു അത്രയേ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളൂ. അള്ളാഹു മിതത്വം പാലിക്കാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.